നമസ്കാരം. നമ്മളെല്ലാവരും ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുക്കാറുള്ളത്. LIC ഉണ്ട്, അതുപോലെ മറ്റ് സ്വകാര്യ കമ്പനികളിൽ നിന്നെല്ലാം നമ്മൾ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങാറുണ്ട്. വാങ്ങി നമ്മൾ മാസാമാസം അല്ലെങ്കിൽ ദ്വൈമാസം അല്ലെന്നുണ്ടെങ്കിൽ വാർഷികം എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. കാരണം നമുക്ക് പെട്ടെന്നൊരു അപകടം സംഭവിക്കുകയാണെങ്കിലോ ഒരു മെഡിക്കൽ എയ്ഡ് നമുക്ക് ആവശ്യമായി വരികയാണെങ്കിലോ തുടങ്ങി നിരവധി കാരണങ്ങൾ കൊണ്ട് നമ്മൾ എടുക്കാറുണ്ട്. തന്നെയല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് പോളിസികളെല്ലാം നമ്മൾ എടുക്കാറുണ്ട്. അവരുടെ ഒരു പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന തുക മെച്ചറായി വരികയും അല്ലെങ്കിൽ കാലാവധി പൂർത്തിയായി നമ്മൾ ആ വലിയൊരു തുക എടുത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കോ ഒക്കെ വേണ്ടി ചെലവഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഈ ഇൻഷുറൻസ് ഒരു സമ്പാദ്യം എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും ഇൻഷുറൻസിനെ കാണുന്നത്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നതിന് നമ്മൾ അധികമായി നികുതി കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊന്നും ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇപ്പോൾ നമുക്കറിയാം, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. 18% പോളിസിക്ക് നമ്മൾ GST അടയ്ക്കുക എന്നുള്ളത്. അതായത് പ്രീമിയം അടയ്ക്കുമ്പോൾ 18% GST കൂടി അതിനകത്ത് ചെലുത്തണം എന്നായിരുന്നു ഈ നിർമ്മലാ സീതാരാമൻ്റെ ഒരു ബജറ്റിലുണ്ടായിരുന്ന ഒരു ശുപാർശ. അപ്പോൾ ഇങ്ങനെ ഒരു ശുപാർശ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നാഗ്പൂരിലുള്ള ഈ LICയുടെ നാഗ്പൂർ ഡിവിഷനിൽ നിന്നുള്ള എംപ്ലോയീസ് യൂണിയനിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ നിതിൻ ഗഡ്കരിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹത്തിനെ രേഖാമൂലം കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവുകത്തില്ല, കാര്യം ഇതിന് മുൻപ് ഉള്ള ഒരു രീതിയൊന്നുമില്ല, ഇത് ഈ പറയുന്ന പോളിസി ആൾക്കാർ എടുക്കാൻ മടിക്കും ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിയുമ്പോൾ. തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു പലപ്പോഴും ആൾക്കാരുടെ ഇന്നത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മളെപ്പോഴും ഒരു ഫാമിലി ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് എല്ലാവരും ഓരോ മാസവും കടന്നുകൂടി പോകുന്നത്. ഒരു പാലിന് ഇത്ര, പത്രത്തിന് ഇത്ര, ഇങ്ങനെ പറയുന്ന ഒരു ബഡ്ജറ്റ് നമുക്കെപ്പോഴും ഉണ്ടാവുമല്ലോ. ഇത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഒരു പോളിസിയിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയത്തിന് കൂടി GST ഏർപ്പെടുത്തുമ്പോൾ അത് ഭയങ്കരമായ ഒരു അധിക ഭാരം പോലെയാണ് ഓരോ പോളിസി ഹോൾഡേഴ്സിനും തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആൾക്കാർ പൊതുവെ ഇത്തരം പോളിസികൾ എടുക്കുന്നതിനൊരു വൈമുഖ്യം കാണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള LIC എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്ഥാപനത്തിന് അത് വലിയ ദോഷം ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് പോളിസിയോട് താല്പര്യമില്ലാതെ വരും. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പറയുന്ന എംപ്ലോയീസ് യൂണിയൻ, നാഗ്പൂരിൽ നിന്നുള്ള എംപ്ലോയീസ് യൂണിയൻ, LICയുടെ എംപ്ലോയീസ് യൂണിയൻ അവർ കൊണ്ടുവന്ന് നിതിൻ ഗഡ്കരിക്ക് ഒരു പരാതി കൊടുത്തു. ഈ പരാതി കഴമ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നിതിൻ ഗഡ്കരി ഇപ്പോൾ നിർമ്മലാ സീതാരാമന് കത്തയച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ബജറ്റ് ജനദ്രോഹ ബജറ്റാണ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പല തരത്തിൽ ദേശീയ തലത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും മറ്റ് എല്ലാ പാർട്ടികളും പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ചേർന്നിട്ട് ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിതിൻ ഗഡ്കരി, അതായത് അവരുടെ തന്നെ മന്ത്രിസഭയിലെ, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി നിർമ്മലാ സീതാരാമനെതിരെ ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് നിതിൻ ഗഡ്കരിയെ പൊതുവെ നമുക്കറിയാം. നിതിൻ ഗഡ്കരി കഴിഞ്ഞ സഭയുടെ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു BJPയുടെ നേതാവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ BJPയുടെ മന്ത്രിയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം പല നിലപാടുകളും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈവേ വികസനം നടക്കുന്നു, ദേശീയപാത 66ന്റെ വികസനം നടക്കുന്നു. അപ്പം അത് നമ്മൾ കണക്കിലാക്കുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. അത് എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് പോകുന്നു. കേരളം അതിനുവേണ്ടി എടുത്ത ഒരു മുൻകൈയെക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും വാചാലനാകുന്നു. അതായത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു ഫെഡറൽ നയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംസ്ഥാനങ്ങളെയെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും ആ സംസ്ഥാനങ്ങളുടെ എല്ലാം അദ്ദേഹം ഭരിക്കുന്ന വകുപ്പിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഡെവലപ്മെൻറ്റ് ഉദ്ദേശിച്ച് മാത്രമാണ് അദ്ദേഹം പലപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലൊന്നും അദ്ദേഹം ഒരിടത്തും രാഷ്ട്രീയം കണ്ടിട്ടില്ല. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു കത്ത് നിർമ്മലാ സീതാരാമന് അയച്ചത്. നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അവതരിപ്പിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നിന്നുകൊണ്ട്, BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അനുകൂലമായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ NDA സഖ്യത്തിന് അനുകൂലമായ ചില നയങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ NDA സഖ്യത്തിൻ്റെ നയങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കോർപ്പറേറ്റുകളെ
പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെ നോവിക്കാത്ത രീതിയിലുള്ള സമീപനമാണ് പലപ്പോഴും നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത്. അത് പല കാര്യങ്ങൾ, നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും, ആഡംബര നികുതിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും, തുടങ്ങിയ എല്ലാ നികുതികളിൽ പോലും ഈ പറയുന്ന വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെ തഴുകി സുഖിപ്പിച്ച് നിർത്തുന്നതിനാവശ്യമായ എല്ലാ നികുതി കുറവുകളും വരുത്താനുള്ള ശ്രമം നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളതാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തെ കാറ്റിൽ പറത്തുന്ന തരത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഇത് കൂടുതലും ഈ പറയുന്ന മുതിർന്ന പൗരന്മാർ പലപ്പോഴും അവർക്ക് കിട്ടുന്ന പെൻഷനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും തുകയിൽ നിന്നാണ് അവരൊരു തുക പ്രീമിയമായിട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ അവരെയൊക്കെ ഇത് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു രീതിയാണ്. അവരാരും ഇനി പോളിസി എടുക്കുകയോ കാര്യം അവർക്ക് ഇത്രയും തുക കണ്ടെത്തുക എന്നുള്ള പാടില്ല. 18% GST എന്ന് പറയുമ്പം ചെറുതൊന്നും അല്ലല്ലോ അവർക്ക് അധികം കൊടുക്കേണ്ടി വരുന്ന ഒരു തുക എന്ന് പറഞ്ഞാൽ. വാർഷിക പ്രീമിയം ആകുമ്പോൾ അതിനനുസരിച്ച് മിക്കവാറും ഏറ്റവും കുറഞ്ഞ വാർഷിക പ്രീമിയം എനിക്ക് തോന്നുന്നു 10,000 മറ്റോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. സത്യത്തിൽ ഈ LIC പോലെയുള്ള ഇത്രയും വലിയൊരു സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്വകാര്യവൽക്കരണത്തിനുള്ള, അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിനുള്ള ഒരു ശ്രമമാണ് നിർമ്മലാ സീതാരാമന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന് നമുക്ക് സംശയലേശമന്യേ പറയാൻ പറ്റും. കാര്യം ഇവിടെ എത്രത്തോളം സ്വകാര്യ കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരം സ്വകാര്യ കമ്പനികൾ നമുക്ക് ടാറ്റയുടെ ആണെങ്കിലും ബിർളയുടെ ആണെങ്കിലും തുടങ്ങി നിരവധി സ്വകാര്യ കമ്പനികൾ ഇന്ന് ഇൻഷുറൻസ് രംഗത്ത് പിടിമുറുക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആദ്യഘട്ടത്തിൽ LIC മാത്രമായിരുന്നു ഇൻഷുറൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം ഈ വരുന്ന കാലഘട്ടത്തിൽ ഒട്ടുമിക്ക എല്ലാ കമ്പനികളും, ഈ ടാറ്റ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തുടങ്ങിയ നമുക്കറിയാം, ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കിങ് മേഖലകളിൽപ്പെട്ട അല്ലെങ്കിൽ ദേശസാൽകൃതമല്ലാത്ത ബാങ്കുകൾ പോലും ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ രീതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ ഇത് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനമാണെന്നും ഇതിൽ നിന്ന് എത്രയും വേഗം സർക്കാർ പിന്മാറണം എന്നും അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിതിൻ ഗഡ്കരി കത്തയച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ജനപ്രിയ ബഡ്ജറ്റ് ആണ് എന്നുള്ളത് ചില BJP-കാർക്ക് ഇടയിൽ മാത്രമേ ഉള്ളൂ ജനപ്രിയ ബഡ്ജറ്റ് ആവുന്നത്. അല്ലാതെ ബാക്കിയുള്ള സാധാരണക്കാർക്കെല്ലാം ഇത് ജനദ്രോഹ ബഡ്ജറ്റായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അവരെല്ലാം അതിനെ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും അങ്ങനെ തന്നെയാണ്, ജനദ്രോഹ ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ്. അപ്പം ഒരു മന്ത്രിസഭയിലെ തന്നെ മറ്റൊരു മന്ത്രിയാണ് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തിലേക്കാണ് ഈ കത്ത് വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.